അല്ല ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് MXRPയിൽ വൈറ്റ് ലിസ്റ്റ് എടുത്തിട്ട് എങ്ങനെ കളിക്കും, എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് ഡൗട്ടുണ്ട്. മീൻസ് വൈറ്റ് ലിസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ കളിക്കണം എന്നൊരു ഐഡിയ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്കുള്ളതാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾ സ്പോൺ ആകുമ്പോൾ തന്നെ എവിടേക്കാരോ സ്പോൺ ആവുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സെർവർ സൈഡിൽ നിന്ന് 1 lakh ഇൻ ഗെയിം ക്യാഷും പിന്നെ ഒരു ബൈക്കും തരും. അപ്പോൾ ബൈക്ക് എടുക്കാനായിട്ട് നിങ്ങൾ ഈ റിങ്ങിൻ്റെ അവിടെ വരിക. ഈ റിങ്ങിൻ്റെ പേരാണ് പബ്ലിക് ഗ്യാരേജ്. അവിടെ വന്നിട്ട് വയ്യ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള വണ്ടികൾ കാണിക്കും. എന്നിട്ട് അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി അവിടെ സ്പോൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചിങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് വന്നാൽ അവിടെ ഞങ്ങൾക്കൊരു ന്യൂബി ഇൻഫോ എന്നുള്ളൊരു കമാൻഡ് അടിക്കാനുള്ള സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ കമാൻഡ് അടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ഒരു കുറേ ചാറ്റ് കാണുന്നുണ്ടല്ലോ, വെൽക്കം ബാക്ക് ടു MXRP. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ ചാറ്റ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ കമാൻഡ് അടിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ന്യൂബി ഇൻഫോ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പാനൽ ഓപ്പൺ ആയി വരും. പാനൽ ഓപ്പൺ ആയി വരുന്നാൽ നിങ്ങൾ ഓരോ ഇതും എടുത്ത് നോക്കുക, റൂൾസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് സെർവറിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കളിക്കുക എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരെ മാളിലോട്ട് പോകാം. ഓക്കെ, മാളിൻ്റെ ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ജസ്റ്റ് മാപ്പ് നോക്കിയാൽ മതി ഞാൻ അവിടെ എത്തിയിട്ട്. ഓക്കെ, അപ്പം അവിടെ എത്തിയിട്ട് നമ്മൾ മൊബൈൽ, റേഡിയോ കാര്യങ്ങളൊക്കെ മേടിക്കണം. ഓക്കെ, അപ്പം ഇതാണ്, ഈ സൈഡാണ് മാള് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ മാളിൽ നേരെ കയറാം. മാളിൽ ഫസ്റ്റത്തെ ഷോപ്പുണ്ട് 7/11 24/7 എന്നാണ്. ഇത് രണ്ടിലാണ് നമ്മൾ ഈ മൊബൈലും സാധനം കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ഷോപ്പ്. അപ്പോൾ നേരെ അവിടെ പോയിട്ട് ഇപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് ആദ്യം തന്നെ ഓഡിയോ സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ റേഡിയോ എന്നുള്ളത് കംപ്ലീറ്റ് കുറച്ചേക്കുക. പിന്നെ SFX എന്നുള്ളൊരു 5 or 6 ഒക്കെ വെക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒപ്പമുള്ള ആൾക്കാർക്ക് സംസാരിക്കണത് കേൾക്കണമെങ്കിൽ നമുക്കിത് കുറച്ചിടണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന ടൈമിൽ നല്ല സൗണ്ട് ആയിരിക്കും വണ്ടിയിൽ. അപ്പോൾ നമ്മൾ ഒപ്പമുള്ള ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കില്ല. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റത്തെ കൺട്രോൾസിൻ്റെ സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ 3 ഫിംഗറാണ് കളിക്കാറ്, അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യാണ്. അതേപോലെ നിങ്ങൾക്ക് വെഹിക്കിൾസിൻ്റെ കൺട്രോളും സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ സാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ബട്ടൺസ് എല്ലാം വരിക. അപ്പോൾ ബട്ടൺസ് ആക്കാൻ വേണ്ടിയിട്ട് മീൻസ് ഡ്രൈവ് ചെയ്യുമ്പോൾ തിരിക്കാൻ വേറൊരു വട്ടത്തിലുള്ളൊരു സാധനമാണ് വരിക. അപ്പോൾ അത് മാറ്റാനായിട്ട് ഞാൻ ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ സെറ്റിങ്സിൽ അവിടെ ഒരു സ്റ്റിയറിങ് അനലോഗ് പറഞ്ഞൊരു സാധനം ഉണ്ടാവും, അത് എഡിറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് ഫസ്റ്റത്തേലാണ്. അപ്പോൾ അത് ആ വട്ടം വന്നു. പിന്നെ അത് മാറ്റിയിട്ട് അനലോഗ് മാറ്റിയിട്ട് ബട്ടനാക്കുക. ബട്ടണാക്കി കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺ കിട്ടും. ഓക്കെ, പിന്നെ അത് മാറ്റിയിട്ട് ഒരു ഫ്ലിക്കർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് വേസ്റ്റാണ്, അതാരും യൂസ് ചെയ്യാറില്ല. ബിക്കോസ് അത് വെറും വേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ട് ബട്ടൺസ് ആയിരിക്കും കുറച്ചും കൂടി സിമ്പിളായിട്ട് കളിക്കാൻ. സിമ്പിൾ ബട്ടൺസാണ്. ഓക്കെ, അപ്പോൾ ബട്ടൺസിലിടുക. ഓക്കെ, ഇനി നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ മേടിക്കാം. നേരെ ഇറങ്ങുക. എന്നിട്ട് ഈ ഷോപ്പിൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ നമുക്ക് ഒരു എൻട്രൻസിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലൊരു വൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, വൈ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഷോപ്പിലേക്ക് കയറുക. ഇതിപ്പോൾ എൻ്റെ ഒരു ഫോണിൻ്റെ ബഗ്ഗാണ്, ഇത് ലോഡാകത്ത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടാവില്ല. അതിനുശേഷം ഇവിടുന്നൊരു സാധനം മേടിക്കാനായിട്ട് ഒന്നെങ്കിൽ എന്നെ നിൽക്കുക, ഇല്ലെങ്കിൽ /buy നിൽക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ /buy എന്നാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാക്കിയിട്ട് താഴെയുള്ള എൻ്റർ ബട്ടൺ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാനൽ വരും. അതിന് നിങ്ങൾ മൊബൈൽ ഫോണ് പിന്നെ റേഡിയോ ഇപ്പോൾ ഓൾറെഡി ഉണ്ടെങ്കിലുണ്ട്, അതാണ് എനിക്ക് അങ്ങനെ കാണിച്ചത്. ഓക്കെ, ഒന്നും കൂടി ബൈ നോക്കിയിട്ട് ഇനി ഞാൻ ഫോൺ ബുക്ക് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് ഫോൺ ബുക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ GPS സിസ്റ്റം മേടിക്കണം. മീൻസ് നമുക്ക് ജോബ് ലൊക്കേഷൻസൊക്കെ ലൊക്കേറ്റ് ചെയ്യാനും മെയിനായിട്ടുള്ള ലൊക്കേഷനൊക്കെ എടുക്കാൻ GPS ലൊക്കേഷൻ വേണം. അടുത്തതെന്ന് പറഞ്ഞാൽ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ റോബറിയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മാസ്ക് എന്നൊക്കെ. റോബറി അതേപോലെ ഇല്ലീഗൽ പരിപാടിയൊക്കെ ചെയ്യാനുള്ളതാണ് മാസ്ക്. അതേപോലെ ഈ കടയിൽ നിന്ന് പുറത്തിറങ്ങാനും വയ്യ നിൽക്കിയാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അടുത്ത ഷോപ്പ് നോക്കാം. അടുത്ത ഷോപ്പ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയാണ്. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അടുത്തൊരു കാറോ ബൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, അത് ആഡ് ഒരാളാണ് അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചില നേരം നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കും. മീൻസ് ഇപ്പോൾ എൻട്രൻസ് എന്ന് ഇറങ്ങിയേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് /stuck എന്ന് അടിക്കുക. ഞാൻ അടിച്ച പോലെ /stuck എന്ന് അടിച്ചാൽ നിങ്ങൾ
ആ സ്റ്റക്കിൽ നിന്ന് പുറത്തിറങ്ങും. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് അങ്ങനെ ഇവിടെ സ്റ്റക്കായി, നിങ്ങൾ /സ്റ്റക്ക് അടിച്ചിട്ടും റെഡി ആണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ /get help എന്നില്ല. അങ്ങനെ ഇടുമ്പോൾ ഒരു ഹെൽപ്പർ വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറേ വെൻഡിങ് മെഷീൻ ഉണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് മൊബൈലിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ടിക്ക് ബട്ടൺ ഉണ്ടാവും. ഇനി PC യിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് F ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതിൻ്റെ അടുത്ത് നോക്കാം. ഇത് റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങണത്. ഓക്കെ, നമുക്ക് എന്നെ നോക്കിയാൽ വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഫുഡും വാട്ടറും മസ്റ്റായിട്ട് നോക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ഡെഡ് ആവും. ഫുഡും വാട്ടർ തീർന്നാൽ നിങ്ങൾ ഡെഡ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ അത്യാവശ്യം മേടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പുറത്തിറങ്ങി ഇങ്ങോട്ട് ഇത് യൂസ് ചെയ്യാൻ നമുക്ക് ഫുഡ് കഴിക്കാൻ /eat കൊടുക്കുക. ഓക്കെ, /eat എന്നുള്ള കമാൻഡാണ് ഫുഡ് അടിക്കാൻ. അതേപോലെ /drink എന്നുള്ള കമാൻഡാണ്. ഇപ്പം എൻ്റെ ഫുള്ളായിട്ടാണ് അങ്ങനെ കാണിച്ച്. നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് /drink. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും ഫുള്ളാക്കി കീപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഡെഡ് ആവും. ഓക്കെ, അടുത്ത ഷോപ്പാണ് ചെയ്യണം. ഇത് ക്ലോത്തിങ് ഷോപ്പാണോ, നമുക്ക് ഡ്രസ്സ് മാറ്റാനുള്ള ക്ലോത്തിങ് ഷോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നിട്ട് തിരിഞ്ഞിരിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ ഫ്രണ്ട് ആണല്ലോ, അപ്പോൾ ബയ്യോ അല്ലെങ്കിൽ നോക്കാം. എന്നിട്ട് ക്ലോത്ത്സ്, ഗ്ലാസസ്, 12 അത് കുറേ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിൽ മൊബൈൽ പ്ലേയേഴ്സിന് ക്ലോത്ത്സ് മാത്രം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ബാക്കിയുള്ളതൊക്കെ PC പ്ലേയേഴ്സിന് മാത്രം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അലയൻസ് ആമ്പ് വേണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ മൊബൈലായതുകൊണ്ട് തന്നെ ഞാൻ ക്ലോത്ത്സാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ കുറേ ക്ലോത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പോലീസിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ അതൊന്നും എടുത്ത് പുറത്തേക്ക് ഇറങ്ങണം. ഓക്കെ, എടുത്ത് പുറത്തേക്ക് ഇട്ടാൽ പിന്നെ അത് ഇഷ്യൂ ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാം. ഞാനിപ്പോൾ ഒരു ഡ്രസ്സ് നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിടാം, ഒരു കോട്ടൊക്കെ ഉള്ള ഡ്രസ്സാണ്. ഓക്കെ, ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. ഇനി അടുത്ത ഞാൻ അഡ്വർടൈസ്മെൻറ്റ് സ്റ്റോർ കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് ആഡ് ഇടുന്നത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാറ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ആക്കിയിടാം. ഓക്കെ, കാറ്, ഗൺസ് ഇതൊക്കെ സെയിലാക്കണമെങ്കിൽ നിങ്ങൾ ആഡ് ആക്കിയിടുക. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് എന്താ വെച്ചാൽ /add. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ പരസ്യം കൊടുക്കണ്ടേ അത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വെറുതെ ഒരു FCR എന്നുള്ള ബൈക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ /add FCR ഫോർ സെയിൽ ചെയ്തിട്ടു. അപ്പോൾ കണ്ട ആഡ് പോയതണ്ട. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് സ്റ്റോർ യൂസ് ചെയ്യണത്. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി ഞാൻ അടുത്തൊരു കാര്യം കാണിച്ചു തരാം. അടുത്തെന്ന് പറഞ്ഞാൽ /stats എന്നുള്ളൊരു കമാൻഡാണ്. ഓക്കെ, /stats യൂസ് ചെയ്താൽ നമുക്ക് നിങ്ങളെ ലെവല്, മൊബൈൽ നമ്പർ, അതേപോലെ നിങ്ങളെ ഫാക്സിലുണ്ടോ അത് മൊത്തം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ATM യൂസ് ചെയ്യണത് കാണിച്ചു തരാം. ATM യൂസ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ ATMൻ്റെ അടുത്ത് വന്നിട്ട് /ATM നിൽക്കുക, ഇല്ലെങ്കിൽ N നിൽക്കിയാൽ മതി. ഓക്കെ, N ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ഞാൻ ഡെപ്പോസിറ്റ് എല്ലാം ചെയ്തിട്ട് ഞാൻ വേണ്ട ക്യാഷ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്തപ്പം ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി എടുക്കാനാണെങ്കിലും അതേപോലെ വിഡ്രോ ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ നിങ്ങൾക്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും ഈ ATM വഴി ചെയ്യാൻ പറ്റും. അവരുടെ ID അടിച്ചിട്ട് എമൗണ്ട് അടിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഞാൻ അടുത്ത സ്ഥലം കാണിച്ചു തരാം. പിന്നെ നമ്മൾ നോക്കാൻ പോണത് നമ്മളെ ഇതിലെങ്ങനെ വണ്ടിൻ്റെ കമാൻഡ്സ് ഒക്കെ, മീൻസ് വണ്ടി ഓണാക്കുക ഓഫാക്കുക അതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പാനൽ ഓണാക്കാനായിട്ട് N നിൽക്കുക. എന്നിട്ട് അതിൽ എൻജിന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടി ഓണാക്കാനും ഓഫാക്കാനും പറ്റും. പിന്നെ അടുത്ത് ലോക്കാണ്. ലോക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റും. അതേപോലെ സീറ്റ് ബെൽറ്റ്, അത് ബൈക്കിലാകുമ്പോൾ ഹെൽമെറ്റ്, അല്ലാതാകുമ്പോൾ കാറിലും പിന്നെ ജീപ്പിലൊക്കെ ആകുമ്പോൾ സീറ്റ് ബെൽറ്റ്. ഓക്കെ, അതേപോലെ ലൈറ്റും പിന്നെ ഹുഡ്, ട്രങ്ക്. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ എന്നോട് ഓണാക്കുകയാണ്. പിന്നെ നമുക്ക് GPS നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ /locate എന്ന് അടിക്കുക. ഓക്കെ, /locate അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റ് കിട്ടും. ഇതിൽ ജോബ് ലൊക്കേഷൻസ്, നിയറസ്റ്റ് ബിസിനസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിയറസ്റ്റ് ബിസിനസ് എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അടുത്തുള്ള ഷോപ്പ് മാർക്കാവും. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ജോബ് ലൊക്കേഷൻസ് ആണ്. കുറേ ജോബ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ജനറൽ ലൊക്കേഷൻ ആണ്. ഇപ്പോൾ നമ്മളെ സിറ്റി ഹാള്, പോലീസ്, അതേപോലെ നമ്മളെ DMV ഇതൊക്കെ ഇങ്ങനെ ജനറൽ ലൊക്കേഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇല്ലീഗൽ ലൊക്കേഷൻസ് ഉണ്ട്. ഓക്കെ,
ഇല്ലീഗൽ ലൊക്കേഷൻസ് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, വാഷ് മണി, ബ്ലാക്ക് മാർക്കറ്റ്, മൈനിങ് ജോബ്, അതേപോലെ വീട് ഫാം, ഇതൊക്കെ ഇല്ലീഗലായിട്ടുള്ള ലൊക്കേഷൻസാണ് അവിടേക്കുള്ളതാണ്. പിന്നെ നമ്മുടെ സിറ്റിയിൽ പല ഭാഗത്ത് ഈ ഫുഡ് ട്രക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനാണ് ലാസ്റ്റുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ലൈസൻസ് എടുക്കാനായിട്ട് പോകും. അതിന് നിങ്ങൾ നേരെ /ലൊക്കേറ്റ് എന്നടിക്കുക. /ലൊക്കേറ്റ് അടിച്ചിട്ട് ജനറൽ ലൊക്കേഷൻസ് എടുക്കുക. അതിൽ DMV സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ DMVൻ്റെ ലൊക്കേഷൻ വരുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ്. നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ റെഡ് മാർക്ക്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നേരെ ഇറങ്ങുക. അതിൻ്റെ പിന്നെ വണ്ടി ഒന്ന് ലോക്ക് ചെയ്യാം. ഓക്കെ, വണ്ടി ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്നെ നോക്കിയിട്ട് ലോക്ക് ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് /ലോക്ക് എന്ന് അടിച്ചാൽ അങ്ങനെ ലോക്ക് ചെയ്യാം. അപ്പോൾ രണ്ടും കാണിച്ചാലും. ഓക്കെ, ലോക്ക് ചെയ്ത് ഇറങ്ങി. ഓക്കെ, ഞാൻ പുറത്തുനിന്ന് ലോക്ക് ചെയ്യണം കാണിച്ചാൽ. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ലോക്കും ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ലൈസൻസ് എടുക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ പോയിൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ടേക്ക് ടെസ്റ്റ് എന്ന് അടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഇവിടെ കുറേ വണ്ടികൾ നിങ്ങൾക്ക് കാണാം. അതിലേതെങ്കിലും ഒരു വണ്ടിയിൽ കയറുക. ഓക്കെ, വണ്ടി കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറേ ചെക്ക് പോയിൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കറക്റ്റ് വണ്ടി എവിടെയും തട്ടാതെ കറക്റ്റ് കൊണ്ടുപോകാം. ഓക്കെ, കറക്റ്റ് ലാസ്റ്റ് ചെക്ക് പോയിൻ്റ് വരെ കൊണ്ടുപോകാം. അപ്പോൾ എൻ്റെ ഇവിടെ ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തീരും. ഓക്കെ, എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു രജിസ്റ്റർ കാർ എന്നുള്ളൊരു കമാൻഡ് കാണാം. അപ്പോൾ അത് വന്നിട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടി നിങ്ങൾക്ക് രജിസ്റ്റർ ആക്കി കിട്ടും. ഓക്കെ, ഇല്ലെങ്കിൽ PD ഒന്ന് ടിക്കറ്റ് അടിച്ച് ഇമ്പോർട്ട് ആക്കിക്കൊണ്ടു. അപ്പോൾ നിങ്ങൾ സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ബേസിക്കായി ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ടാണ് ഞാനിവിടെ വെച്ച് നിർത്തുന്നത്. കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് സെർവർ എങ്ങനെ കളിക്കുക എന്നുള്ളൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ജോബൊക്കെ ചെയ്ത് പിന്നെ വണ്ടിയൊക്കെ മേടിച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സിറ്റിയിൽ റിച്ചായി കാറും ഷോപ്പും കാര്യങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ സിറ്റീസണായി നടക്കാം, റോബും കാര്യങ്ങളൊക്കെ അടിച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫാക്ഷനിൽ കയറാം. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ഷൻ എന്ന് വെച്ചാൽ PD ഫാക്ഷന് പോലീസായിട്ട് കളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കായിട്ട് കളിക്കുക, അല്ലെങ്കിൽ EMS ആയിട്ട് കളിക്കുക, അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടർ കളിക്കുക. ഈ 4 ഫാക്ഷനാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ അല്ലാതെ നിങ്ങൾക്ക് ഗ്യാങ് ആയിട്ടും കളിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നമ്മളെ Discordൽ അവിടെ ഒരു ഗ്യാങ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് അതിൽ നിങ്ങൾക്കൊരു ഗ്യാങ് തുടങ്ങിയിട്ട് അങ്ങനെയും മാർപ്പ് കളിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.